പാർത്ഥിപൻ, നീ വളർന്നതെല്ലാം ഓർഫനേജിലല്ലേ? നിനക്ക് തിരിച്ചറിവാകുന്നതിന് മുമ്പുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഓർമ്മയുണ്ടോ? എന്താ ഇത്? ഇതൊട്ടും ശരിയല്ല. അനുഭവിച്ചോണ്ടിരിക്കുന്നത് ഞങ്ങളാ. വിക്ടിമിനോട് അക്യൂസിനെ പോലെ ചോദ്യം ചോദിക്കോ? എന്തായി കാണിക്കുന്നത്? നമുക്ക് പോവാം പാർത്ഥിവ. നിക്ക് സത്യ, ഒരു മിനിറ്റ് നിൽക്കുക. ജോഷി, നിങ്ങളൊരു ആവേശം കൊണ്ടാ ചോദിക്കുന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എന്നാൽ അറിവ് വെക്കുന്ന കാലം മുതൽ 20 വയസ്സ് വരെ സത്യമംഗലം ഓർഫനേജിലാണ് ഞാൻ വളർന്നത്. അവിടെ വെച്ച് ഒരു പ്രാവശ്യം അവളെ അതെന്താ സത്യ, മൂന്നാർ ട്രക്കിംഗ് അവിടെ വെച്ചാ കണ്ടത്. ഞാൻ കണ്ടു, പരിചയപ്പെട്ടു. 2 ദിവസം കഴിഞ്ഞപ്പോൾ കല്യാണം കഴിക്കട്ടെ എന്ന് ചോദിച്ചു. അത്രേ ഉള്ളൂ. അവളെ കെട്ടിയ ശേഷം അവളുടെ ജോലിക്ക് വേണ്ടി വന്നതാണ് ഈ നാട്. അന്നു മുതൽ ഇന്ന് വരെ എൻ്റെ നാട് ഇതാണ്. ഇതൊക്കെയാണ് സത്യം. അവനും സൗത്തിൽ നിന്ന് തന്നെയാണ് വന്നിരിക്കുന്നത് പാർത്ഥിപൻ. ഇത്രയും മൈൽ താണ്ടി ബൈ റോഡ് നമ്മുടെ നാട്ടിൽ നിന്നെ തേടി വന്നിട്ടുണ്ടെങ്കിൽ എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. അവൻ കാരണം എന്തൊക്കെ മുടങ്ങിയോ അതെല്ലാം അവനെ കൊണ്ട് തന്നെ വീണ്ടും തുടങ്ങണം. അവനെ കൊണ്ടുവരേണ്ടത് എങ്ങനെയാണെന്ന് എനിക്കറിയാം. എൻ്റെ ലോകം വളരെ ചെറുതാണ് ജോഷി. ഈ കയ്യിൽ ഒതുങ്ങുന്ന സ്നോ ഗ്ലോബ് പോലെ. ഒറ്റയ്ക്കൊരു വീട്, ചുറ്റും മരങ്ങള്, മഞ്ഞുമഴ, കുളിർക്കാറ്റ്. എനിക്കെന്താ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? നിനക്കെങ്കിലും ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? സോറി. ഇറ്റ്സ് ഓൾ റൈറ്റ്. ഐ അണ്ടർസ്റ്റാൻഡ്.